limit. തൃശൂർ പൂരത്തിന്റെ ആവശ്യത്തോടൊപ്പം തന്നെ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ഒരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൂരവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് തിരുത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ആനകളെ രണ്ടാമതും പരിശോധിക്കുന്നത് ഒഴിവാക്കും. പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനുണ്ട്. അതുല്യ, പുതിയൊരു ഉത്തരവ് ആനകളെ വീണ്ടും വനവകുപ്പ് സംഘം 80 അംഗ RRT സംഘം അടങ്ങിയവരും ഒക്കെ പരിശോധിക്കുമെന്നത് നിരവധി അമർഷത്തിന് ഇടയാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ മന്ത്രി ആ ഒരു ഉത്തരവ് തിരുത്തും എന്ന് പറഞ്ഞപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി, ഇന്നലെ രാത്രി ചീഫ് കൺസർവേറ്റർ ഓഫീസർ പുറപ്പെടുവിച്ച സർക്കുലറാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം ഒരു വീണ്ടും വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഈ സർക്കുലറിലെ 12ാമത്തെയും 13ാമത്തെയും ക്ലോസ്, അതായത് ആനകളുടെ റീവെരിഫിക്കേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി നൽകണം എന്ന് പറയുന്ന 12ാമത്തെ ഖണ്ഡികയാണ് ഇപ്പോൾ പിൻവലിക്കും എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം സാധാരണയായി തൃശ്ശൂർ പൂരത്തിന് ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് തലേ ദിവസം പരിശോധന നടത്തുകയും ഗവൺമെൻറ്റിൻ്റെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തുകയും ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് സാധാരണയായി ചെയ്തു വരാറ്. എന്നാൽ ഇത്തവണ കോടതിയുടെ ഉത്തരവനുസരിച്ച് അതിൽ നിന്ന് വിഭിന്നമായി 2 സംഘത്തിൻ്റെ അല്ലെങ്കിൽ 2 ഘട്ടമായുള്ള പരിശോധനയാണ് ഈ സർക്കുലർ വഴി ലക്ഷ്യമിട്ടത്. ആദ്യം സാധാരണത്തേതുപോലെ നടക്കുന്ന വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു പരിശോധന, അതിനുശേഷം 5 ജില്ലകൾ, കേരളത്തിലെ 5 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഫോറസ്റ്റിന് കീഴിലുള്ള വനം വകുപ്പിലെ ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരുടെ ഒരു സംഘം ഒരു പ്രത്യേക പരിശോധന കൂടി നടത്തി അവർ കൂടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കൂ എന്ന രീതിയിലായിരുന്നു ആദ്യം ഈ സർക്കുലർ ഇറങ്ങിയത്. ഇതിനെതിരെ ആന ഉടമകളും എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. തങ്ങളുടെ ആനകളെ വിട്ടു നൽകില്ല. 60ഓളം ആനകളാണ് ഈ ഓണേഴ്സ് അസോസിയേഷന് കീഴിലുള്ളത്. ഈ 60 ആനകളെയും വിട്ടു നൽകില്ല. മാത്രമല്ല തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഇത്തരത്തിലുള്ള നിലപാട് തന്നെ ആവർത്തിക്കുമെന്നൊരു കടുത്ത നിലപാടെടുത്തതോടെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വനംവകുപ്പ് മന്ത്രിയായി ചർച്ച നടത്തുകയും കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ സർക്കുലറിലെ 12ാമത്തെയും 13ാമത്തെയും ഖണ്ഡികകൾ പ്രത്യേക സംഘം പരിശോധന നടത്തണമെന്നും അതുപോലെ തന്നെ 2 പരിശോധനയിലും ഫിറ്റ്നസ് പാസ്സായ ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പിക്കൂ എന്നും പറയുന്ന ഈ 2 വകുപ്പുകളും റദ്ദാക്കും, പിൻവലിക്കും എന്നാണ് ഇപ്പോൾ കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ വകുപ്പിൽ ഈ പുതിയ സർക്കുലറിൽ പറയുന്ന മറ്റൊരു നിബന്ധന എന്ന് പറയുന്നത് ഒരു 80 അംഗ RRT സംഘം ആനകളെ നിയന്ത്രണത്തിന് ചുറ്റുമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതിലും ഈ 2 ദേവസ്വങ്ങളും പരാതി അറിയിച്ചിട്ടുണ്ട്. കാരണം 80 അംഗ സംഘം ആനകൾക്ക് മുന്നിൽ വിന്യസിക്കപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മേളക്കാരും അതുപോലെ കുടമാറ്റത്തിന് ആളുകൾക്ക് കുട കൈമാറുന്ന അടക്കമുള്ള ആളുകളുടെ സുഗമമായ ചലനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ മേളക്കാർക്കെല്ലാം ആനയിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ച് നിൽക്കേണ്ടി വരും. കുടമാറ്റത്തിൻ്റെ സമയത്തെ ഒരു സമയക്രമത്തെ അത് ബാധിക്കും എന്നെല്ലാമുള്ള പരാതികളും ആശങ്കകളും ഈ RRT സംഘത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ച് ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഇപ്പോൾ നിലവിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല. എന്തായാലും ആനകളുടെ റീവെരിഫിക്കേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ആശങ്കകളൊന്നും വേണ്ട. പൂരത്തിനുള്ള പരിശോധന സാധാരണ വർഷങ്ങളിൽ നടന്നു വന്നിരുന്നത് പോലെ, മുൻ വർഷങ്ങളിൽ നടന്നു വന്നിരുന്നത് പോലെ തന്നെ നടക്കും. കൂടുതലായി പുതിയൊരു പരിശോധന ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി നൽകുന്ന ഉറപ്പ്. തുളസി, വ്യക്തമാണ് അതുല്യ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് തിരുത്തുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത്. വനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം അറിയിച്ചത്. ആനകളെ രണ്ടാമതും പരിശോധിക്കുന്നത് ഒഴിവാക്കും എന്നാണ് പറയുന്നത്. സർക്കുലറിലെ 2 ഭാഗങ്ങൾ തിരുത്തി പുതിയ സർക്കുലർ പുറപ്പെടുവിക്കും എന്നും മന്ത്രി പറയുന്നുണ്ട്. വിവരങ്ങളാണ് അതുല്യ നൽകിയത്. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങി നഗരം. രാത്രി 7:30 ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് 2 വിഭാഗത്തിന്റെയും വെടിക്കെട്ട് ചുമതല. കഴിഞ്ഞ തവണ തിരുവമ്പാടി